കേരളത്തിലെ യുവതലമുറ അത് ജെൻസി ആയിക്കൊള്ളട്ടെ, ജൻ ആൽഫ ആയിക്കൊള്ളട്ടെ, കേരളത്തിലെ ഇടത് വലത് പുരോഗമന പാർട്ടികളിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ പിന്തുണച്ചിരുന്ന വ്യക്തിയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. റാപ്പർ വേടനെതിരെ നിരന്തരമായി മീറ്റു ആരോപണങ്ങളും പീഡന പരാതികളും വരുന്നുണ്ട്. അതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് റാപ്പർ ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതി ലഭിച്ചിരിക്കുകയാണ്. വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വെളിപ്പെടുത്തി 2 യുവതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ DGPക്ക് ഇന്ന് കൈമാറുമെന്നും വിവരമുണ്ട്. ഇരുവരും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിരുന്നു. 2020-ലാണ് സംഭവമെന്നാണ് ഒരു യുവതിയുടെ പരാതി. 2021-ലാണ് രണ്ടാമത്തെ പരാതി. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ പരാതി. തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാമത്തെ യുവതിയുടെ പരാതി. നോക്കൂ, ഇതുപോലെ നിരവധി സ്ത്രീകൾ വേടൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതിക്രൂരമായ രീതിയിലാണ് വേടൻ തങ്ങളെ പീഡിപ്പിച്ചിരുന്നതാണ് ഓരോ പെൺകുട്ടികളും അവരുടെ മൊഴിയിൽ രേഖപ്പെടുത്തുന്നത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസും കഴിഞ്ഞ ഇടയ്ക്ക് വേടനുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ആ കേസിന് ശേഷം വേടൻ ഇപ്പോൾ ഒളിവിലാണ്. വേടൻ എവിടെയാണ്? ഇത്രയും പ്രസിദ്ധനായ ഒരു ഗായകനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതും പീഡന കേസിലെ പ്രതിയായ ഒരാളെ കൃത്യമായി പോലീസ് സംരക്ഷിക്കുന്നു. 2021 ഓഗസ്റ്റ് 1-നും 2023 മാർച്ച് 31-നും ഇടയിൽ പല തവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന ഒരു യുവ ഡോക്ടറുടെ മൊഴിയും അതിനെ തുടർന്ന് പരാതിയും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ വേടൻ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം അന്ന് വേടന്റെ ഒപ്പം പോയ സ്ത്രീകൾ പിന്നീട് ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുമ്പോൾ വേടൻ ഒഴിവാകുമ്പോൾ അതെങ്ങനെ പീഡനമാകുന്നു എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ദാ ഈ വരുന്ന 2 പെൺകുട്ടികളുടെ പരാതി കൂടി. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്, അതായത് 2021 ഓഗസ്റ്റ് 1-നും 2023 മാർച്ച് 31-നും ഇടയിലായി പല തവണകളായാണ് വേടൻ വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതിയെങ്കിൽ ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന 2 പരാതികളിലും തന്നെ അതും 2020-21 കാലഘട്ടങ്ങളിലാണ് എന്നും വ്യക്തമാവുകയാണ്. അതായത് വേടൻ ഒരേ സമയം നിരവധി സ്ത്രീകളെ താൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ സ്ത്രീകളെ വിശ്വസിപ്പിച്ച് അവരോട് അതിക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തുന്ന സാഹചര്യം ഈ കാലഘട്ടങ്ങളിൽ എല്ലായിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മാത്രം താൻ പ്രണയത്തിലാണ്, അവളെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകിയതിനു ശേഷം ആ ബന്ധം മുറിഞ്ഞു പോകുമ്പോൾ, അല്ലെ ബന്ധത്തിൽ ഇരുവർക്കും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾക്ക് പിരിയാം എന്ന് പറഞ്ഞു പോയ സാഹചര്യമല്ല ഇവിടെ ഉള്ളതെന്ന് വളരെ വ്യക്തമാവുകയാണ്. അതായത് വേടൻ എന്ന് പറയുന്നത് ആൾ ഒരു സെക്സ് മാനിയാക്ക് എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഈ കേസുകളിലെല്ലാം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. നോക്കൂ, പീഡന പരാതിയിൽ ഒരു പെൺകുട്ടി മൊഴി നൽകുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ വേടനെ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ, അതായത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്നിരിക്കെ ഇടതുപക്ഷത്തിന്റെ പോസ്റ്റർ ബോയ് ആയ വേടനെ തൊട്ടു നോവിക്കാൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായില്ല. ബലാത്സംഗ പരാതിയുമായി ഡോക്ടറായ യുവതി രംഗത്തെത്തിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകളൊക്കെ വേടൻ ഈ കാലഘട്ടത്തിൽ റദ്ദാക്കി. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നിന്ന് പരിഗണിക്കാനുള്ള സാഹചര്യത്തിലുമാണ്. റാപ്പർ വേടനെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലെ മൊഴികളുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. 5 തവണയാണ് ഈ യുവ ഡോക്ടറെ കൊച്ചിയിലും കോഴിക്കോടും കൊച്ചിയിലെ ഏലൂരിലും ഒക്കെ വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി വന്നത്. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. വേടൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് വേടൻ തന്നെ സമ്മതിച്ച സാഹചര്യവുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേടൻ എന്നത് ഇടതുപക്ഷത്തിന്റെ പോസ്റ്റർ ബോയ് ആയതിനാലും പേരിൽ ദളിതൻ എന്ന പ്രിവിലേജ് ഉള്ളതിനാലും നിരവധി ആരാധകരുടെ പിന്തുണ ഉള്ളതിനാലും വേടനെ മറ്റേതെങ്കിലും നടനോ രാഷ്ട്രീയ നേതാവിനോ കിട്ടുന്ന തെറിവിളിയോ പോലും കിട്ടുന്നില്ല. വേടനെതിരെ പരാതി കൊടുത്ത സ്ത്രീയെയാണ് ഈ നാട്ടിലെ ആളുകൾ മോബ് ലിഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പുറകെ നടന്ന് ആക്ഷേപിച്ചത്. 1ഉം 2ഉമല്ല, എണ്ണം പറഞ്ഞ സ്ത്രീകളാണ് വേടനെതിരെ ലൈംഗിക ആരോപണമായി രംഗത്തുള്ളത്. എന്നാൽ ഈ സ്ത്രീകൾക്ക് ബോധമില്ലേ? സെക്സ് ചെയ്താൽ പിന്നെ അതെങ്ങനെ പീഡനമാകും, കോടതി തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സാമാന്യവൽക്കരിക്കുകയാണ് പല ആളുകൾ. അതായത് പ്രതി വേടനായതുകൊണ്ട് മാത്രം, വേടൻ ഇവർക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ടും ഇതൊക്കെ കണ്ണടച്ച് ഇല്ലാതാക്കാം എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും #MeToo ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടം. ആ പീഡനക്കേസിൽ പ്രതിയായി FIR ഇട്ട പ്രതിയായി വേടൻ, അതായത് ഹിരൺദാസ് മുരളി, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുമൊക്കെ അന്ന് മുതൽ തന്നെ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പക്ഷേ നിലവിൽ
പോലീസിനോ അല്ലെങ്കിൽ ആരാധക വൃന്ദങ്ങൾക്കോ ഇയാൾ പ്രതിയെ അല്ല എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രമാണ് ഇയാൾ പകർന്നു കൊടുക്കുന്നത്. പണ്ട് ഈ വേടനെതിരെ മീറ്റു ആരോപണം വന്ന ശേഷം സോറി അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് വേടൻ രംഗത്ത് വന്നിരുന്നു. അന്ന് വേടൻ ദളിതനല്ലേ, ദളിതർ മാപ്പ് പറഞ്ഞാൽ പിന്നെ അതിൽ എന്തിനാണൊരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് ദളിത് ആക്ടിവിസ്റ്റുകൾ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, വേടന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഒരാൾ തന്റെ കുറ്റം ഏറ്റു പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പോസ്റ്റ് ഇട്ടാൽ അയാൾ ചെയ്ത കുറ്റത്തിൽ നിന്നും അയാൾ വിമുക്തനാകുമോ? നമ്മുടെ നാട്ടിലൊരു ഭരണഘടനയും പീനൽ കോഡും ഒക്കെ ഇല്ലേ? എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതെന്നുള്ളത് ഈ നാട്ടിലൊരു സ്ട്രക്ചറും നിയമവും ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേടനെ പിന്തുണയ്ക്കുന്ന ആരാധക വൃന്ദങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അന്ന് വേടൻ കുറ്റസമ്മതം നടത്തിയത് ഉടനെയും അന്ന് മുതൽ പിന്നീട് വേടൻ എപ്പോഴൊക്കെ പീഡനക്കേസിൽ പ്രതിയാക്കപ്പെട്ടപ്പോഴും വേടനെ പിന്തുണയ്ക്കുന്ന ജാതി സ്വത്വവാദികളെയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇന്നും ഇതേ ജാതി സ്വത്വവാദത്തിന്റെ മെക്കാനിസം പല പുരോഗമന ഇടങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വേടൻ റേപ്പിസ്റ്റ് ആണ്. അതായത് അയാൾ ദളിതനായതിനാൽ റേപ്പിനിരയായി പെൺകുട്ടിയുടെ വേദന തേഞ്ഞുമാഞ്ഞു പോകില്ല. വേടൻ ദളിതനായതുകൊണ്ട് ചെയ്തത് തെറ്റുമാവാതിരിക്കുന്നില്ല. വേടൻ ദളിതനായതിനാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ നിയമങ്ങളും അനുസരിക്കേണ്ടതില്ല എന്നതും ശരിയല്ല. റേപ്പ് ചെയ്തവന്റെ ജാതി നോക്കി റേപ്പിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുന്നത് തന്നെ ജാതി സ്വത്വവാദം എത്ര ഭീകരം ആണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും 2 പെൺകുട്ടികൾ കൂടി വേടനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻപ് ഒരു പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചു എന്നതിന്റെ പേരിൽ കേസ് നടക്കുകയാണ്. അതിൽ ഇയാൾ ഒളിവിലാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും വേടനെതിരെ പീഡന പരാതികളുമായി ആളുകൾ രംഗത്തെത്തുന്നത്. മൃഗീയമായി പെൺകുട്ടികളെ അതിക്രൂരമായി ഫ്ളാറ്റുകൾ എത്തിച്ച് വിശ്വാസം കൊടുത്തതിന് ശേഷം പീഡിപ്പിക്കുന്ന വേടനെ പിന്തുണയ്ക്കുന്ന സമൂഹത്തെയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വേടൻ ഇടതനായതിനാൽ മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണിത്. അനുവദിച്ചു കൊടുക്കാനാവില്ല ഈ ധാർഷ്യം. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യം കൂടി വേടനെ നിഷേധിക്കപ്പെട്ടാൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും അധികം പീഡന കേസിൽ പ്രതിയായ ഒരാൾക്ക് ഇത്രയും അധികം പിന്തുണ ലഭിക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യമെന്നേ നമുക്ക് ഈ വലിയ അക്ഷര കേരളത്തെ നോക്കി പറയാൻ പറ്റൂ.